വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താരസംഘടനയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതേ സിനിമാക്കാരുടെ അഭിനയിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. അത് വർഷങ്ങളായി വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. വലിയ വലിയ താരങ്ങളാണ് അതിന് നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഒരു പേര് ദോഷവും വരുത്തിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ആ സംഘടന വളരെ മോശമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. തമ്മിലടി, തമ്മിൽ കുറ്റം പറയാ, പരദൂഷണം പറയാ, പരദൂഷണം വിട്ട് അവിഹിത ബന്ധങ്ങളെ കുറിച്ച് പറയുക. അങ്ങനെ ആകെ അയിഞ്ഞ് കൊയഞ്ഞ് നമ്മൾ രാഗം മോശമായി തല്ലിപ്പിടി എന്ന് പറഞ്ഞ പോലെ ആകെ പ്രശ്നമായി കിടക്കുക. പക്ഷെ ഇതിനൊരു നാഥനുണ്ടോ? ഇപ്പോൾ ഈ സംഘടനയ്ക്ക് നാഥനില്ല, നാഥകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മുമ്പ് പറയാറില്ലേ, സ്ത്രീകള് ഒരുമിച്ച് ചേരുമ്പോൾ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ 4 പേരുടെ പേരിൽ ഈ സംഘടന നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഒന്ന് അൻസിബ ഹസന്റെ പേരില്, മറ്റൊന്ന് ജോയ് മാത്യുവിന്റെ പേരില്, ഇനിയൊന്ന് ടിനി ടോമിന്റെ പേരില്, മറ്റൊന്ന് നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ പേരില്. ഈ 4 പേരില് ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലാണ് ശരിക്ക് ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ അൻസിബയെ വളരെ മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തുന്നു, വർഗീയവൽക്കരണം നടത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ പേരിലാണ് ഒരു കേസ് എടുത്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം പീഡന രീതിയിലുള്ള നിൽപ്പാണ് അൻസിബയ്ക്കുണ്ടായ അനുഭവം. അതിന് കാരണക്കാരി ലക്ഷ്മിപ്രിയയാണെന്ന് പറയുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സംഘടന ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ചർച്ച വിളിച്ച് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളോ അതോ പിൻവലിക്കുന്നതോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോ അവസാനം സംഭവിച്ചിരിക്കുക എന്താ? നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു. നോട്ടീസ് കൊടുത്തപ്പോൾ അൻസിബ മാത്രമാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്തിനാണ് മറുപടി തരേണ്ടത്? ശരിയല്ലേ? എന്തിനാ മറുപടി തരേണ്ടത്? മറുപടി കൊടുക്കേണ്ട എന്താണ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ത് തെറ്റാണ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് അതായത് ലക്ഷ്മിപ്രിയയുടെ ഒരു പുതിയ കേസ് വന്നിരിക്കുന്നു. മാനം നഷ്ടപ്പെട്ടത് കൊണ്ട് 10 കോടി രൂപയ്ക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു അൻസിബയുടെ പേരിൽ. ഞെട്ടാതിരിക്കുമോ? 10 കോടി എങ്ങനെ വിധിയായി കഴിഞ്ഞാൽ അൻസിബിക്ക് കൊടുക്കാൻ പറ്റുമോ? അത്രയും വലിയ സൂപ്പർ നടിയോ അത്രയും പണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം, ഈ 10 കോടി മാനനഷ്ടം കൊടുക്കുമ്പോൾ ഈ ലക്ഷ്മിപ്രിയയുടെ ഭാഗത്ത് നിന്ന് കെട്ടിവെക്കേണ്ട തുക എത്രയാണെന്ന് അവർക്കറിയോ? 1 കോടി രൂപ കെട്ടിവെക്കണം. അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന തുകയുടെ 10% നമ്മൾ കേസിന് കെട്ടിവെക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ പല ഗഡുക്കളായിട്ട് വേണം കെട്ടിവെച്ചേക്കാം. എങ്കിലും ഒരു ചോദ്യം വരുന്നു, ഈ 1 കോടി രൂപയുടെ സോഴ്സ് എവിടെ നിന്നാണ്? വലിയ നടിയല്ല, അത്രമാത്രം വരുമാനമില്ല. ആ രീതിയിൽ ഇത്രയും തുക എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ED അടക്കമുള്ളവർ പരിശോധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ധൈര്യമാണ് ഇപ്പോൾ അൻസിബയുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത്, ചോദിക്കുന്നത്. അവർ കേസ് കൊടുക്കട്ടെ, 10 അല്ല 100 അല്ല, എത്ര കോടിയാണ് കൊടുക്കട്ടെ. എത്ര കോടിക്ക് കൊടുത്താലും അതിന്റെ 10% അവർ കെട്ടിവെക്കേണ്ടതല്ലേ? മമ്മൂട്ടിയോ മോഹൻലാലോ അതുമാതിരിപ്പെട്ട നടികളോ മഞ്ജു വാര്യടക്കം അങ്ങനെ പറഞ്ഞാൽ അവർക്ക് കെട്ടിവെക്കാനുള്ള കോടികൾ അവരുടെ കയ്യിലുണ്ട്. ഇത് അത്രയും വലിയ വരുമാന മാർഗമില്ലാത്ത ഈ നടികൾ തമ്മിൽ ഇത്രയും കേസിന് പോയാൽ എങ്ങനെ പറ്റുമെന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഇത് കേട്ട് അൻസിബയുടെ സുഹൃത്തുക്കളൊക്കെ തിരിച്ചു ചോദിച്ചിരിക്കുക, അല്ല ലക്ഷ്മിപ്രിയെ, ഈ 1 കോടി രൂപ നീ എവിടുന്ന് കെട്ടിവെക്കുമെന്നുള്ളത്. അതൊക്കെ കെട്ടിവെക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ആരാണ് ഇവരുടെ പുറകിലുള്ളത്? 2 പേരുടെയും പുറകില് വമ്പന്മാരുണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ആരാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്? ഈ ടിനി ടോമിനെ കുറിച്ച് മോശமான അഭിപ്രായം പറയുമ്പോൾ തന്നെ, മറ്റൊരു സൂപ്പർ നടനെ കുറിച്ച് ബന്ധപ്പെടുത്തി അഭിപ്രായം പറയുമ്പോൾ തന്നെ, ആർക്ക് വേണ്ടിയാണ് ഈ കളികളെല്ലാം പുറകിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും രംഗത്ത് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് ചീഞ്ഞു നാറിക്കഴിഞ്ഞു. കൈകൊണ്ട് കോരിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വഷളായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള പ്രായമുള്ള സൂപ്പർ സ്റ്റാറുകള് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്? അതോ ഇരുവരും അത് കൈവിട്ടോ എന്നൊരു ചോദ്യമുണ്ട്.
മറ്റൊരു കാര്യം, ഈ നടികൾ തമ്മിൽ ഈ കോടികളുടെ മാനനഷ്ടത്തിന് പോകാതെ ഉള്ള മാനം സംരക്ഷിച്ചുകൊണ്ട് പഴയ സുഹൃത്തുക്കളായി തുടരണമെന്നൊരു അപേക്ഷ കൂടി ആ നിക്കൾ ഭാഗത്തുണ്ട്. അപേക്ഷയോ അഭ്യർത്ഥനയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി നാറ്റിക്കരുത്.